ഈ നീഡിൽ ടാപ്പിംഗ് റബ്ബർ കർഷകരെ സംബന്ധിച്ചോളം ഒരു നിധി പോലാണ്. ഈ വിദ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെ പഠിച്ച് പ്രാവർത്തികമാക്കി എന്ന പക്ഷം നിങ്ങളുടെ സാമ്പത്തിക വരുമാനം 10 മടങ്ങ് വർദ്ധിക്കാനുള്ള മാർഗമുണ്ട്. മാത്രമല്ല ഈ മരം നിങ്ങളുടെ ആയുസ്സിൽ ഒരു റീപ്ലാന്റ് ചെയ്യേണ്ട ആവശ്യം വരികയില്ല. ഇതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ്. ഇത് വേണ്ടത്ര ഇതിൻ്റെ പിന്നെ പ്രാധാന്യമോ പിന്നെ മേന്മയോ ആൾക്കാർ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് വസ്തുത. എൻ്റെ പ്രധാന പൊരുൾ എന്താണെന്ന് ചോദിച്ചാൽ, കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു വെറും സാധാരണക്കാരനാണ്. റബ്ബർ ബോർഡ് പോലെയോ അല്ലെങ്കിൽ മലേഷ്യയിൽ ഇങ്ങനെ പിന്നെ പരീക്ഷിച്ച് വിജയിച്ചെന്ന് പറഞ്ഞ് ഇവിടെ വന്നാൽ ഇവിടെയുള്ള പത്രങ്ങളെല്ലാം അത് പ്രചരിപ്പിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രമുഖ ആത്മീയ പ്രസ്ഥാനങ്ങളെല്ലാം അത് വിശദീകരിക്കും. ഇത് ഞാൻ പറഞ്ഞാൽ ഇതാരാ ഇയാൾക്ക് എന്താ അറിയാം, എന്നാ വിവരമുണ്ട് എന്നുള്ള ചിന്താഗതിയുണ്ട്. അതാണ് ലോകത്തിൻ്റെ ഗതി. അതാണ് നമുക്കറിയാമല്ലോ. ക്രിസ്തുവിൻ്റെ കാലത്ത് ക്രിസ്തു പറഞ്ഞ ഒരു വാസമുണ്ട്, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ അംഗീകരിക്കില്ല, പുകഴ്ത്തുകയല്ല ഇകഴ്ത്തുകയാണ് ചെയ്യുന്നത്. അത് വളരെ ശരിയാണ്. അതുകൊണ്ട് എനിക്കും ആ ഇകഴ്ത്തൽ പലതരത്തിൽ നിന്നും വരുന്നുണ്ട്. അവഗണനയും പരിഹാസവും എല്ലാം കിട്ടുന്നുണ്ട്. അത് സാധാരണക്കാരിൽ നിന്നാണേ സാരമില്ല. ഇത് വലിയ പത്രങ്ങളിൽ ഓരോ പ്രസ്ഥാനങ്ങളിൽ നിന്നും റബ്ബറുകളിൽ നിന്നെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വസ്തുതയാണ്, നിങ്ങൾ ഇത് ചെയ്യുക, കാണുക, പഠിക്കുക. സംശയമുണ്ടെങ്കിൽ എല്ലാം മൊത്തം തോട്ടത്തിലിപ്പം 500 മരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 1000 മരം ഉണ്ടെങ്കിൽ എല്ലാം ഒന്നും തേക്കണമെന്നില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കുറച്ച് മരം ചെയ്തു നോക്കുക. ഈ പറഞ്ഞ വല്ല കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞല്ലോ. ഒരു കർഷകൻ കാഞ്ഞാങ്ങ പാലക്കാട്ടിൽ നിന്ന് മറ്റോ ഒരു കർഷകൻ വന്ന് പുള്ളിക്ക് 1200 മരമുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് പുറപ്പുഴ വെച്ചാണ്, തൊടുപുഴ അടുത്ത് പുറപ്പുഴ, അവിടെ ക്ലാസ് കൂടെ വന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്കിതിൽ സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, എല്ലാ മരവും അവിടെ ചെന്നിട്ട് ചെയ്യരുത്. വേണമെങ്കിൽ ഒരു 50 മരം 25 മരമോ അല്ലെങ്കിൽ ഒരു 50 മരമോ ചെയ്ത് നോക്കുക. വിജയിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ നിർത്തുക. ആ കർഷകൻ അത് പോയി 25 മരത്തെ ചെയ്തിട്ട് തിരിച്ചു വന്ന് പിറ്റേ വർഷം വന്നിട്ട് പറയാം, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, മുഴുവൻ ശരിയാണ് എന്ന് പറഞ്ഞ് 1200 മരത്തിനുള്ള കത്തി, ബെൽറ്റ് എല്ലാം മേടിച്ചുകൊണ്ട് പോയി. ഒറ്റ വർഷം കൊണ്ട് അതേ ഒരു കടക്കണിയിൽ പെട്ട് കിടക്കുകയായിരുന്നു ഭാഗ്യമായിട്ട്. ഒറ്റ വർഷം കൊണ്ട് കടവും അടിച്ച് തീർത്തു. അതായത് ഇരട്ടിയിലേറെ ആദായം. അവർ കുടുംബാംഗങ്ങൾ തന്നെ അങ്ങോട്ട് ടാപ്പ് ചെയ്യാൻ തുടങ്ങി ആ ഒറ്റ വർഷം കൊണ്ട്. എന്ന് പറഞ്ഞാൽ അത്ര മഹത്തരമാണ് അല്ലെങ്കിൽ മേന്മയേറിയതാണ് ഈ നീഡിൽ ടാപ്പിങ്. നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിപ്പെടുന്ന ഏത് കർഷകനും റബ്ബർ കർഷകനും ആ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ടാപ്പിംഗ് രീതി മതി. നിങ്ങളുടെ മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്. നമുക്കറിയാമല്ലോ, 25-ാം വർഷം കടയ്ക്ക് കോടാലി വെക്കുക. ഞാൻ പറയുന്നത് എന്താണ്, 100 വർഷം വരെ ഇത് നിലനിർത്താൻ സാധിക്കും. ഇപ്പം തന്നെ എൻ്റെ ആദ്യ വീഡിയോ ഒരു മരത്തിൽ 4 ഷീറ്റ്, പിന്നെ കാണിച്ച് ഒരു മരത്തിൽ 2 ഷീറ്റ്. ആ 2 ഷീറ്റ് ഞാൻ ഈ വർഷം വേണ്ടിയപ്പോൾ 2.5 ഷീറ്റായി. ഓരോ വർഷവും പാല് കൂടുകയേ ചെയ്യുള്ളൂ. ഈ തോട്ടത്തിൽ തന്നെയാണെങ്കിൽ ഈ ആദ്യം 4-ാം വർഷം ടാപ്പ് ചെയ്ത് 40 മരമേ ടാപ്പ് ചെയ്തുള്ളൂ. ആ 40 മരത്തിന് ഇപ്പോൾ ഓരോ ഷീറ്റ് വെച്ച് കിട്ടാൻ തുടങ്ങി. അപ്പം 4 പട്ട വെട്ടുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഇത് 4 പട്ട വെട്ടുകയല്ല, 4 പട്ട ഒരു പട്ടയും വെട്ടുന്നില്ല. ടാപ്പ്ലെസ് ടാപ്പിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ടാപ്പ് ചെയ്ത പാലെടുക്കുന്ന രീതിയാണ് ഈ നീഡിൽ ടാപ്പിങ്. അപ്പോൾ ഈ മരത്തിന് ഒന്നും സംഭവിക്കുന്നില്ല. ടാപ്പ് ചെയ്യാതെ നിൽക്കുന്ന ഒരു മരത്തെ പോലെ നിങ്ങൾ ആലോചിക്കുന്നത്. ഇവിടെ എവിടെയാണ് ഏത് പോകത്ത് ഒരു പോയിന്റിലെങ്കിലും ഒരു മുള വന്നിട്ടുണ്ടോ? റബ്ബർ ബോർഡിൻ്റെയൊക്കെ പരാതി, മുള വന്ന് ഒരു പിറ്റേ വർഷം അതിൻ്റെ കടയ്ക്ക് കോടാലി വെക്കാമെന്നൊക്കെ പറയും. എത്ര അസംബന്ധമാണ്, എന്താ അപവാദമാണ് ഈ പറയുന്നത്. നിങ്ങൾ ഈ തോട്ടമൊക്കെ അതുപോലെ ഇത് വിജയിപ്പിച്ച തോട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ മരത്തിന് ഒന്നും സംഭവിക്കില്ല. ഈ മരത്തെ ദ്രോഹിക്കാതെ പാലെടുക്കുന്ന രീതിയാണ് ഈ നീഡിൽ ടാപ്പിങ്. ഇപ്പം ദ്രോഹിച്ചാണ് പാലെടുക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ നല്ല ടാപ്പിംഗ് എന്ന് പറയുന്ന നല്ല ടാപ്പിക്കാണ് വേണ്ടത്. ഇത് ചെത്തി മുറിച്ച് പാലെടുക്കുക ചെയ്യുന്നത്. നല്ലതെന്ന് പറയുമ്പോൾ മേലോട്ടുള്ള തണ്ണിപ്പട്ട തൊടാതെ പാൽപ്പട്ട ചെത്തി പാലെടുക്കുന്നതിനാണ് നല്ല ടാപ്പിംഗ് എന്ന് പറയുന്നത്, ഉള്ളെടുത്ത് ടാപ്പ് ചെയ്യുമെന്ന് പറയുന്നത്. ഇവിടെ അതും ചെയ്യുന്നില്ല. കരിമ്പട്ട മാത്രം ചെത്തി
കുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മരത്തിനൊന്നും സംഭവിക്കുന്നത് എന്ന് മാത്രമല്ല ഈ മരത്തിന് ഗുണമേ ചെയ്യുന്നുള്ളതാണ് കാണുന്നത്. എന്തെന്നാൽ ഈ ടാപ്പിംഗ് ചെയ്താൽ മരത്തിൻ്റെ വളർച്ച കൂടുന്നു, പാല് കൂടുന്നു. അപ്പം പിന്നെ ഗുണമല്ലേ കാണിക്കുന്നത്, ആയുസ് കൂടുന്നു. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, നിങ്ങളെ ഈ മേഖലയിലേക്ക് കടന്നു വരണം. റബ്ബർ കർഷകരെ ഇപ്പം നിലവിൽ എനിക്കറിയാം ധാരാളം തോട്ടങ്ങളെ ഏതാണ്ട് റീപ്ലാന്റിങ്ങിന് പരുവമായിട്ട് റബ്ബർ ബോർഡിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു കണക്ക് തന്നെ അല്ലെങ്കിൽ 30,000 ഹെക്ടറോളം ഏക്കർ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഹെക്ടർ സ്ഥലങ്ങൾ ഉള്ള മരങ്ങൾ റീപ്ലാന്റ് ചെയ്യാൻ പരുവായി കിടക്കുന്നു. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കർഷകരത് ചെയ്യാതെ ഇങ്ങനെ നിലനിർത്തുകയാണ്. ടാപ്പിംഗ് ചെയ്യുന്നില്ല, വെറുതെ ഇട്ടിരിക്കുന്നത്. ഒരു ധാരാളം തോട്ടങ്ങൾ കിടപ്പുണ്ട്. അപ്പം ഏപ്പാനൽ വിപണന സേവന സ്ലോട്ടറിലേക്ക് വന്ന മരങ്ങൾ ഒന്നും തന്നെ നിങ്ങളെ റീപ്ലാന്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ലോട്ടർ ചെയ്യാൻ ഉദ്ദേശിക്കരുത്, അത് നശിപ്പിക്കാൻ ഉദ്ദേശിക്കരുത്. നീഡിൽ ടാപ്പിംഗ് ചെയ്യുക. നിങ്ങൾക്ക് 25 പകരം ഏതാണ്ട് 100 വർഷത്തോടടുത്ത് അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആയുസ് നീട്ടിയെടുക്കാൻ സാധിക്കും. മാത്രമല്ല ഓരോ വർഷവും ഇതിൻ്റെ പാലിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾക്ക് 500 മില്ലി 1/2 ലിറ്റർ കിട്ടുന്ന സാധനത്തെ ഒരു 5 ലിറ്ററൊക്കെ കിട്ടുന്ന പരുവത്തിലേക്ക് അത് ഓരോ വർഷം ഇങ്ങനെ വർദ്ധിച്ച് വരും. അതാണ് എനിക്കിവിടെ കാണാനും നിങ്ങളെ കാണിക്കാനും ഉള്ള വസ്തുത. ഈ തോട്ടത്തിൽ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 4-ാം വർഷം ടാപ്പ് ചെയ്ത 40 മരങ്ങളുണ്ട്. ആ 40 മരങ്ങളിലും ഏതാണ്ട് 30 മരത്തിലും ഇപ്പം ഓരോ ഷീറ്റ് വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്ത വർഷം അത് 40 മരത്തിലേക്കും ഒരു ഷീറ്റാകും. ചില മരങ്ങൾ ഇപ്പം ഇവിടെ തന്നെ 1.5 ഷീറ്റ് കിട്ടുന്ന മരങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും അല്ലേ. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വന്ന് കണ്ട് ബോധ്യപ്പെടുക. നീഡിൽ ടാപ്പിംഗ് ചെയ്ത് നിങ്ങൾ നേട്ടങ്ങൾ കൊയ്യുക. എനിക്കിതേ പറയാനുള്ളൂ. ഇത് നിങ്ങൾ ഇതിൻ്റെ ആ സവിശേഷത, ഈ വിദ്യയുടെ സവിശേഷത അല്ലെങ്കിൽ മേന്മ കാണാതെ പോകരുത്. നിങ്ങളതിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പഠിക്കണം. ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അത് പഠിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ വിജയിക്കും. വേണ്ട പോലെ പഠിച്ച് ചെയ്യാതെ വന്നാൽ ചിലപ്പോൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. നമുക്കറിയാമല്ലോ, നല്ലൊരു വണ്ടി ഒരു കാറാന്ന് തന്നെ വിചാരിക്കുക. ആ ഡ്രൈവർ അത് വേണ്ട വിധം ഓടിക്കാൻ പഠിച്ചില്ലെങ്കിൽ ആ കാറ് തന്നെ നശിപ്പിക്കും. മാത്രമല്ല ഡ്രൈവർക്ക് അല്ലെങ്കിൽ യാത്രക്കാർക്കൊക്കെ അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞോളം എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്ന വേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ അത് പരാജയപ്പെടും. ആ നിലയിലേക്ക് ഇതും മാറരുത്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഇത് ഇവിടെ ഒന്ന് എൻ്റെ വീഡിയോ ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഒരു 25 വീഡിയോകളും ഇറങ്ങി കഴിഞ്ഞു ഈ നീഡിൽ ടാപ്പിങ്ങിനെ പറ്റി തന്നെ. അപ്പോൾ അതെല്ലാം ഒന്ന് കാണണം. കണ്ടാലും മുഴുവൻ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. പലരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അവർ ഇവിടെ വന്നു കഴിഞ്ഞ് ചിലരെ 10, 20, 30 സംശയങ്ങളിങ്ങനെ എഴുതിക്കൊണ്ട് ഇവിടെ അടുത്ത ദിവസം ശനിയാഴ്ച വന്ന ഒരു ക്ലാസ് എഴുതിക്കൊണ്ട് വന്നു. അത് ചോദിക്കാനായിട്ട് സംശയങ്ങളെല്ലാം ചോദിക്കേണ്ടി വന്നു. എൻ്റെ കുറച്ച് സമയത്ത് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒറ്റ സംശയമില്ല. ഈ മരം കണ്ടു കഴിഞ്ഞപ്പോൾ സംശയങ്ങളെല്ലാം തീർന്നു. അതാണ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. എപ്പോഴും അതിനൊരു പ്രത്യേകതയുണ്ട്. അതിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എല്ലാം സംശയങ്ങൾ മാറ്റി കാര്യങ്ങൾ മുഴുവൻ പഠിച്ചെടുക്കാൻ സാധിക്കും. അത് വിജയിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ശനിയാഴ്ച വരെ ഇവിടെ ക്ലാസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം ഉൾപ്പെടെ 750 രൂപ ഫീസ്. അതുപോലെ തന്നെ ഈ നീഡിൽ ടാപ്പിംഗ് നീഡിൽ കത്തിക്ക് 750 രൂപ. പിന്നെ ഈ ചാനൽ ബെറ്റിന് മീറ്ററിന് 50 രൂപ. പിന്നെ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബറിൻ്റെ ആദായം 10 മടങ്ങോ ചിലപ്പോൾ അതിൽ കൂടുതലായിട്ട് പറഞ്ഞില്ലേ 100 വർഷമൊക്കെ ആയുസ് നേടി കഴിയുമ്പോൾ 10 മടങ്ങാണ്. അതിനേക്കാൾ എത്ര കൂടുതലാണ്. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് പണമരമാണ് ഈ മരം. നിങ്ങളിപ്പോൾ ഈ മരങ്ങളൊക്കെ വെട്ടിക്കയറ്റി വേറെ റംബുട്ടാൻ അങ്ങനെയുള്ള ഫ്രൂട്ട് സൈഡ്സ് എന്നൊക്കെ പ്ലാന്റ് ചെയ്യാൻ ധാരാളമായിട്ട് മരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. 2 തരത്തിലാണ് ദോഷം ചെയ്യുന്നത്. ഒന്നാമത് ഇവർ വിചാരിക്കും, കൂടുതൽ സ്ഥലമുള്ളവർ വിചാരിക്കും ഇത് റബ്ബർ പ്ലാന്റ് ചെയ്ത് ഇത് വെട്ടാറാകുമ്പോൾ ആരിത് വെട്ടും, ടാപ്പ് ചെയ്യും, തൊഴിലാളിയെ കിട്ടാനില്ല. അതുകൊണ്ട് വിലയുടെ കാര്യം മറ്റൊന്ന്. എല്ലാവരും കണക്ക് കൂട്ടി നോക്കുമ്പോൾ നഷ്ടത്തിലേക്ക് വരുന്നു.
ആ നിലയിലേക്ക് നീണ്ട ടാപ്പിംഗ് ചെയ്താൽ ഈ തൊഴിലാളി ക്ഷാമം ഉടനടി പരിഹരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഞാനെന്നൊരു കണക്ക് അറിഞ്ഞു, 6-4 എന്നുള്ള അനുഭവത്തിൽ ആ കൂലി വിതരണം ചെയ്ത് കഴിയുമ്പോൾ ഈ എത്ര തൊഴിലാളി വേണേൽ കിട്ടും. അപ്പോൾ ഒരു ദിവസം പിന്നെ 2000 രൂപ ടാപ്പിംഗ് കൂലി ലഭിക്കുകയാണെങ്കിൽ നിലവിലുള്ള ഇതിൽ ആ മനുഷ്യൻ ഒരു സാധാരണക്കാരനാണ്, തൊഴിലാളിയല്ല. ഞാനത് മുകളിലത്തെ പിന്നിലുള്ള വീഡിയോയിൽ നിന്ന് ഞാൻ കാണിക്കുകയുണ്ടായി. തൊഴിലാളിക്ക് സാധാരണക്കാരൻ പിന്നെ മുതലാളിയാകാം, മുതലാളിക്ക് കോടീശ്വരന്മാരാകാം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ സമ്പദ്സ്ഥിതി അതേപോലെ വർദ്ധിക്കും. ഇപ്പം പിന്നെ ഗവൺമെൻറ്റിന് പിന്നെ പണമില്ല, ഖജനാവ് കാലിയാണ്. ഖജനാവ് ഒരു 5-6 മാസം കൊണ്ട് ഖജനാവ് നിറയും. ഈ ഒരു രീതി കൊണ്ട് തന്നെ ഖജനാവ് നിറയും. കാര്യം വെച്ചാൽ ഈ തൊഴിലാളിക്കെല്ലാം കാറായി കഴിഞ്ഞാൽ ഞാൻ അതേപ്പറ്റിയൊന്നും കൂടുതൽ വിവരിക്കുന്നില്ല. ഞാനിപ്പോൾ ഈ വീഡിയോയുടെ പിന്നെ നിർത്തുകയാണേ. ഇപ്പോഴത്തന്നെ കുറച്ച് നീണ്ടുപോയി. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക. ഇതിൻ്റെ നന്മകളും മേന്മകളും പിന്നെ നേടുക. അതെനിക്ക് തന്നെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ദൈവം തന്നെ എനിക്ക് തന്ന ഈ കഴിവുകളെ ഞാനും കുറേ അധ്വാനിച്ചു, പക്ഷേ അതെല്ലാം ഈശ്വരൻ തന്നതാണ്. എൻ്റെ കഴിവുകളും എൻ്റെ ശ്രമത്തിലൂടെയാണ് ഞാനിത് ഈ നിലയിലൊക്കെ ആക്കിയെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ പിന്നിലെ ആ മഹാശക്തി ഈശ്വരൻ്റെ തന്നെയാണ്. അപ്പോൾ ഇത് വെറുതെ കളയാൻ എന്തിനാണ്? എനിക്ക് എത്ര കാലം ജീവിതമുണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ. അതിനോടൊപ്പം ഈ ലോകത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കൊടുത്തേച്ച് പോകാനുള്ളൊരു വലിയ നഷ്ടപ്പെടരുത് എന്നുള്ളൊരു വലിയ ചിന്തയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോകളിൽ ഇറക്കുന്നത്. നിങ്ങൾ ഇത് ശരിക്കും പഠിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പഠിച്ച ഇതിൻ്റെ നേട്ടങ്ങൾ കൊയ്യണം. അതുപോലെ എൻ്റെ ഇത് EB3 എന്ന ഞാൻ കണ്ടുപിടിച്ച റൗറിനാണ്. ഇത് 4-ാം വർഷം ടാപ്പ് ചെയ്യാം. ഇപ്പം കണ്ടില്ലേ, പിന്നെ ഓരോ മരത്തിനും ഒരു ഷീറ്റ് വെച്ച്. അതിപ്പം നീഡിൽ ടാപ്പിംഗ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. സാധാരണ ഒറ്റപ്പെട്ട മാത്രം ചെസ്റ്റ് ടാപ്പിങ്ങിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു 3 മരത്തിന് ഒരു ഷീറ്റ് വെച്ച് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഉത്തേജനം തേച്ചാണ് ചെയ്യുന്നത്. ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട്, ഉത്തേജനയുടെ പ്രയോഗം ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലെ പാലിൻ്റെ ഉൽപ്പാദന വർധനമുണ്ട്. ഇപ്പം തന്നെ ഉത്തേജന പ്രയോഗം എല്ലാവർക്കും സർവ്വസാധാരണ റബ്ബറോട് പോലും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ ഭയപ്പെടാനില്ല. അതുകൊണ്ട് എൻ്റെ റബ്ബർ ഇനങ്ങളും അത്ര പിന്നെ മഹത്തരമാണ്, അല്ലെങ്കിൽ മേന്മയേറിയതാണ്. താല്പര്യമുള്ളവർ ഈ വർഷത്തേക്ക് പിന്നെ അധികം സ്റ്റോക്കില്ല. പിന്നെ അടുത്ത വർഷങ്ങളിലേക്ക് 4-ാം വർഷം ടാപ്പിംഗ് ഒരു പിന്നെ അടുത്ത വർഷത്തേക്ക് ഇപ്പം ബുക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പോലും 2 വർഷം ലാഭമാണ്. അതുകൊണ്ട് നമുക്ക് അതെല്ലാം അവിടെയെല്ലാം നമുക്ക് നേട്ടങ്ങളാണ്. അതുകൊണ്ട് ഈ നമ്മുടെ പിന്നെ ഈ EB3 തൈയുടെ കാര്യത്തിലും നിങ്ങൾ ലോകത്തിൽ ഇത്ര മെച്ചപ്പെട്ട വെറൈറ്റി ഒരു തൈ വേറെ ലഭിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് എല്ലാം അറിയത്തില്ല. മലേഷ്യയിലാണെങ്കിൽ മറ്റ് എവിടെയെങ്കിലും ആയപ്പോലും കേരളത്തിലായപ്പോലും 4-ാം വർഷം ടാപ്പ് ചെയ്യുന്ന തൈ എവിടെ കിട്ടും? അതുപോലെ ഇതിൻ്റെ പാലിൻ്റെ വർധനവ് നീഡി ടാപ്പിംഗ് ചെയ്ത ഒരൊറ്റ മരം പോലും എന്ന പോലെ ചിലപ്പോൾ 100-ന് മരമൊക്കെ മരയ്ക്കുമായിരിക്കും. ഒരു മരപ്പെന്നുള്ളത് പ്രശ്നമല്ല. അതുപോലെ ചീക്കെന്നുള്ളത് പ്രശ്നമല്ല. ഇതെല്ലാം നിങ്ങൾക്ക് ഈ തോട്ടം വന്ന് കണ്ടാൽ ബോധ്യമാകും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. തൈ വേണ്ടവർക്ക് ബുക്ക് ചെയ്യാം. പിന്നെ അല്പം വില കൂടണമെന്നുള്ളതേ ഉള്ളൂ. ആവശ്യക്കാർക്ക് കൊടുക്കാൻ റെഡിയാക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന വളരെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളെപ്പോലെ സാമ്പത്തികമായി വൃത്തിയിടുന്ന മറ്റൊരു റബ്ബർ കർഷകന് ഇത് ഷെയർ ചെയ്താൽ അവർക്കും രക്ഷപ്പെടാമെന്നുള്ള മാർഗ്ഗമായി. അപ്പം നല്ലത് ഷെയർ ചെയ്യുമ്പം അത് നമ്മളൊരു നന്മ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യത്തിലും ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.